അതിഭയാനകമായ പേടിപ്പെടുത്തുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുനിൽ ഐസക് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സുനിൽ, ഈ അപകടം നടന്ന ഒരു സ്ഥലത്തിന്റെ ഭൂമിയുടെ ഒരു കിടപ്പ് എങ്ങനെയാണ്? നേരത്തെ അപകടങ്ങളൊക്കെ ഉണ്ടായ അത്തരത്തിലുള്ള ഒരു സ്ഥലമാണോ, അല്ലാതെ ഈ ഒരു ബസിന്റെ അമിത വേഗത മാത്രമാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത്? നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബസിന്റെ അമിത വേഗത തന്നെയാണ് അപകട കാരണമായതെന്നാണ് വിവരമാണ് ലഭിക്കുന്നത്. അതായത് നേരത്തെ അങ്ങനെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമല്ല. ഈ വളക്കൈ പാലത്തിന്റെ അവിടെ റോഡിന് ഒരല്പം വീതി കുറവുണ്ട്. പക്ഷേ എന്നാലും അപകടം ഉണ്ടായത് വളക്കൈ പാലത്തിന്റെ അവിടെ നിന്നല്ല, പാലത്തിന് അവിടെ നിന്നും മുകളിലേക്ക് ഈ അംഗൻവാടി റോഡുണ്ട്. ആ അംഗൻവാടി റോഡിൽ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കിരാത്ത് അംഗൻവാടി റോഡ്, അത് ഒരു ചെറിയ റോഡാണ്. ആ റോഡ് ഈ സംസ്ഥാന പാതയിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡ് ഒരു ചെറിയ റോഡാണ്. ആ റോഡിലേക്ക് അമിത വേഗതയിൽ ഈ ബസ് കയറുകയും തുടർന്ന് നിയന്ത്രണം വിട്ട് താഴെ സംസ്ഥാന പാതയിലേക്ക് പതിക്കുകയുമായിരുന്നു. എന്തായാലും അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ, നമുക്ക് ദൃശ്യങ്ങൾ കാണാം, വീടുകളിൽ നിന്നുള്ള ആളുകൾ അടക്കമുള്ളവർ ഓടിയെത്തി. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. അവരാണ് സ്കൂൾ ബസ്സിനുള്ളിലുണ്ടായിരുന്ന മുഴുവൻ കുട്ടികളെയും പുറത്തെടുത്തത്. എന്തായാലും ഈ ഡ്രൈവറുടെ മുൻഭാഗത്തായിരുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേൽക്കുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. നേത്യ എന്ന കുട്ടി, 11 വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത്. കുട്ടിയെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അതീവ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ കൂടിയും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലേക്കാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത്. അവിടെ നിന്ന് മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 8 കുട്ടികൾ ഇനി അവിടെ ചികിത്സയിലുണ്ട്. ഒരുപക്ഷെ അതിൽ ആ കുട്ടികൾക്കാർക്കും, അതായത് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടികൾക്കാർക്കും വലിയ ഗുരുതരമായ പരിക്കില്ല എന്നാണ് നമ്മൾ ഇപ്പോൾ ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2 കുട്ടികളുടെ പരിക്ക് ഇച്ചിരി ഗുരുതരമാണ്. ആ കുട്ടികളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കുട്ടികളെ അവിടെ നിന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിയിലും 2 കുട്ടികളുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതിയും അത്ര ഗുരുതരമായ പരിക്ക് ആ കുട്ടികൾക്കും ഇല്ല എന്ന വിവരം കൂടി നമുക്കിപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആകെ 15 കുട്ടികൾക്കാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ ഒരു കുട്ടി മരിച്ചു, 2 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കുണ്ട്. മറ്റു കുട്ടികളുടെ പരിക്ക് അത്രമേൽ ഗുരുതരമല്ല എന്ന വിവരം കൂടി നമുക്കിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. സ്നേഹ, കണ്ണൂർ വളക്കയിൽ ചിന്മയ സ്കൂളിലെ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായി. 11-കാരിയായ നേത്യയ്ക്കാണ് ജീവൻ നഷ്ടമായത്. 15 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഡ്രൈവറുടെ അമിത വേഗത്തിൽ എത്തിയ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ബസ് മറിഞ്ഞ ഇടങ്ങളിലെ നാട്ടുകാരും മറ്റ് വീടുകളിൽ നിന്നുള്ള ആളുകളുമൊക്കെ എത്തിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ നിലവിൽ മരിച്ച നേത്യയെ അതീവ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 2 കുട്ടികൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ട്. 2 പേരെയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് പറയുന്നത്. മറ്റ് കുട്ടികളുടെയൊക്കെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമല്ല, എന്നാൽ കുട്ടികൾ ചികിത്സയിലാണ്. 15 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ പരിക്ക് ഏറ്റിട്ടുള്ളത്. ഈ ഡ്രൈവർ അമിത വേഗത്തിൽ എത്തിയ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. സ്കൂളിലെ ബസ് മറിഞ്ഞു കിടക്കുന്ന CCTV ദൃശ്യങ്ങൾ, അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുനിൽ ഐസക് വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട്. സുനിൽ, ഈ ഡ്രൈവറുടെ ഭാഗത്തിരുന്ന കുട്ടിയാണോ ഈ മരിച്ച നേത്യ? അതോടൊപ്പം തന്നെ ഈ ഡ്രൈവർക്ക് അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പരിക്കുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡ്രൈവർക്ക് പരിക്കുണ്ട്. പക്ഷേ ഡ്രൈവറുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്നുള്ള കാര്യം നമുക്ക് കൺഫേം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഈ കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ചാണ് വിവിധ ആശുപത്രികളിൽ വിളിച്ച് ആളുകളോട്, അവിടുത്തെ ആശുപത്രി അധികൃതരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡ്രൈവർക്കും പരിക്കുണ്ട്. ഡ്രൈവറുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. എന്തായാലും ഈ മരിച്ച കുട്ടി ഡ്രൈവറുടെ ആ ഭാഗത്ത് ആണിരുന്ന കുട്ടിയാണ്. ഡ്രൈവർ സീറ്റിന്റെ 1-2 സീറ്റ് പിൻഭാഗത്തായിട്ടായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സ്കൂൾ ബസ് അമിത വേഗതയിൽ പോകുന്നത് കണ്ടപ്പോൾ തന്നെ അവിടെ ചില ആളുകളൊക്കെ അവിടെ നിന്ന് വളക്കൈ ടൗണിലും മറ്റും ഉണ്ടായിരുന്ന ആളുകൾ സ്കൂൾ ബസ് വലിയ വേഗതയിൽ പോകുന്നത് ആ കാര്യം പറയുകയും ചെയ്തിരുന്നു അത്രേ. എന്തായാലും ഈ മെയിൻ റോഡിൽ നിന്ന്, അതായത് സംസ്ഥാന പാതയിൽ നിന്ന്
തീക്കിര അംഗൻവാടി റോഡിലേക്ക് ഒരു ഇടവഴിയാണ്, മുകളിലേക്ക് കയറ്റം ഉള്ള ഒരു ഭാഗമാണ്. ആ അവിടേക്ക് ബസ് അമിത വേഗതയിൽ ഓടിച്ചു കയറ്റി തുടർന്ന് ആ ബസ്സിന് നിയന്ത്രണം വിടുകയായിരുന്നു. ബസ് സംസ്ഥാന പാതയിലേക്ക് മറിഞ്ഞു.